നമ്മൾ പൊളിക്കുന്ന വീഡിയോ സെക്കൻഡ് പാർട്ട് ഒന്നും ആയിട്ടില്ല. ഇതിൽ തന്നെയാണ് ഞാൻ നോക്കട്ടെ. ഞാനിത് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കാണാം. അപ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇത് എന്താണെന്ന് എനിക്ക് റേസിംഗ് സെറ്റാണോ അറിയില്ല. ഇത് നോക്ക്, ഇതാ റേസിംഗ് സെറ്റായിട്ടാണ് തോന്നുന്നു. ഇതാ ഈ മറ്റേ ഈ കാണുമ്പോൾ നോക്ക്, റേസിംഗ് സെറ്റാണല്ലേ. ആണ് റേസിംഗ് സെറ്റ് എടുത്ത് പറ്റിച്ച് തോന്നുന്നത്. ഏതോ ഒരു ചക്ക. നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടോ നോക്കാം. ഫോണിപ്പോൾ പോയേനെ. കാണൂലേ? കാണുന്നില്ല ഗൈസ്? ഓക്കെ, നോക്കട്ടെ. അപ്പോൾ നമ്മൾ പൊളിക്കുന്ന വീഡിയോ നമ്മളെന്താ പറയുക, ഈ വീഡിയോയിൽ ആരും കമൻ്റൊന്നും ഇടണമെന്നില്ല. പക്ഷെ ഇങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നു കേട്ടോ നിങ്ങൾ. നല്ല നല്ല രസമുണ്ട് എനിക്ക് വീഡിയോ ഇടാൻ. എന്തെങ്കിലും ഒരു തെളിവിൻ്റെ അകത്ത് എഴുതി വെച്ചാൽ കാക്ക അന്നേലുണ്ടേനു ചീർപ്പെടുത്ത് വീട്ടിൽ വെച്ചൊന്ന് അതൊന്നൊരു പേപ്പർ ലോർ എഴുതി തരും. പക്ഷെ ആ സ്ഥലത്തുനിന്നില്ലേ നമ്മളാ കട ഇങ്ങനെ ഇതാക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ അകത്ത് ഇട്ട് തരുന്നതാണ്. അതാണ് വെച്ചാൽ ഞാൻ സെർച്ച് ചെയ്തോക്കി. റേസിംഗ് സെറ്റാണ്. താടാ റേസിംഗ് സെറ്റോടാ നോക്ക്. റേസിംഗ് സെറ്റ് ഞാൻ ഉറപ്പിച്ച് കാശ്. റേസിംഗ് സെറ്റിൻ്റെ എന്തോ വലിയ ഇത്രയും വണ്ണുള്ള റേസിംഗ് സെറ്റ് ഞാൻ കാണിച്ചിരുന്നില്ല. ഇതിൽ കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ നല്ല വണ്ണമുണ്ട് കാശ്. നല്ല വണ്ണം. ഇവിടെ വെച്ചാൽ കാണുമോ? കാണുമല്ലേ? കാണുന്നല്ലേ? കാണൂല. അവിടെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇവിടെ അല്ലാണ്ട് വേറെ വെക്കാൻ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വെച്ചുതരാം. കാണും, നല്ലോണം കാണും അല്ലേ? കാണുന്നുണ്ടോ? മതി, ഇവിടെ വെക്കാം ഗൈസ്. ഞാൻ പൊളിക്കുന്ന നിങ്ങൾക്ക് കാണണോ? ഇവിടെ വെച്ചിട്ട് വെറുതെ സമയം പോകുന്നു. ഇതാ ഞാൻ പൊളിക്കുന്ന കാണിച്ചിരുന്നു നിങ്ങൾക്ക് എന്തായാലും. അതിനല്ലേ ഞാൻ റേസിംഗ് സെറ്റ് അൺബോക്സ് ചെയ്ത വീഡിയോ, നമ്മൾ ഹോട്ട് വീൽസ് അൺബോക്സ് ചെയ്ത വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. ഇത്രയും വലിയ പ്രൊഡക്റ്റൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾ തന്നെ കാണും. ഇന്നാണ് ഇത് ഞാൻ കണ്ടുപിട്ടിനെ. എന്താ കേസ് ഇത്? എന്താണ് മനസ്സിലാവുന്നില്ല. കണ്ടിട്ടില്ലല്ലേ നിങ്ങള്? റേസിംഗ് സെറ്റ് പോലെ ക്യാരം ബോർഡ് ഗൈസ്, മേഡ് ഇൻ ഇന്ത്യയാണ്. ഇത് യൂസ് നോക്കിയിട്ടാലോ ഇല്ല, യൂസ് ഒന്നല്ല. ഇനി ഞാൻ റേസിംഗ് സെറ്റ് ഞാൻ മോഹിച്ചടാ. അവിടേക്ക് ഒരു റേസിംഗ് സെറ്റ് കാണാം. മോഹിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ ഞാനത് എങ്ങനെയും വന്നു. വെയിറ്റ് ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. എൻ്റെ കാലി ഗൈസ്, ഞാൻ ഇതെന്തോ ഇത്ര വെയിറ്റ് അതുപോലെയല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവുമോ? അവർക്കതല്ല, ഇത് ആരയച്ചെന്നുള്ള തെളിവാണ്. തെളിവുണ്ട്, തെളിവ് കിട്ടി. പേജ് ഇരിപ്പൊന്നുമില്ല, ഇന്നും ഇല്ലല്ലോ. ലൈറ്റ് കാണുന്നില്ല, ഇന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. അവിടെ ഇതിൻ്റെ അകത്തെന്തോ വരയും എന്തോ ലെറ്ററാണ്. നോക്കാം നോക്കട്ടെ. ബ്രോ, ഞാൻ ബ്രോയുടെ വീഡിയോസ് കാണാറുണ്ട്, സബും ലൈക്കും ചെയ്യാറുണ്ട്. ബിഗ് ഫാനാണ് ബ്രോ. ബ്രോയുടെ ചാനൽ പറയണം. ബ്രോയുടെ ചാനലിൽ
അന്നെ പറയണം പ്ലീസ് ടു അരവിന്ദ്. അരവിന്ദ് മാമ, ഗുഡ് മാമ. ഇത്രയും വലിയ സാധനം വേണ്ടായിരുന്നില്ല. അതൊക്കെ അയച്ചതിന് റേസിന്റെ ഇത് ഹോട്ട് വീൽസിന്റെ ഇത്രയും വലിയ ഫസ്റ്റ് ടൈം തൊട്ട് കാണാറുണ്ട്. ഇംഗ്ലീഷിൽ ഏതറിയില്ല തോന്നുന്നു. ഫസ്റ്റ് ടൈം ഇവിടെ ഓട്ടാക്കിന് അതിൻ്റെ ഇതാണ് തൊട്ടിൻ്റെ ഇത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ദാറ്റ് തൊട്ട് കാണാറുണ്ട്. ഫസ്റ്റ് ചാനൽ നെയിം ഫ്രീ ഫയർ ടെക്നിക് അല്ലേ ബ്രോ? ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബിഗ് ഫാൻ. ഇവിടെ ബിഗ് ഫാൻ എന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇതാണ്ട് ബിഗ് ഫാന് ഉണ്ട് ഇവിടെ. എങ്ങനെ വെച്ചാലും ഞാൻ കാണിച്ചു തരാൻ. ഇതൊരിക്കലും കാണാൻ പോകുന്നില്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ നമുക്ക് തമ്മിലൊക്കെ സെറ്റ് ചെയ്ത് ഉറപ്പം വീഡിയോ ആണിത്. ഓക്കെ, ഞാൻ വിചാരിച്ചില്ല ബ്രോ ഇത്രയും വലിയ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടും എന്നോട് എൻ്റെ ബിഗ് ഫാന്. അപ്പോൾ താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത്രയും വലിയ ഗിഫ്റ്റ് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. അന്നൊരു ഹോട്ട് വീൽസിൻ്റെ കിട്ടിയെന്ന് വെച്ചിട്ട് ഞാൻ ഇത്രയും അതിൻ്റെ കുറച്ച് ദിവസമായിട്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യം എനിക്ക് കിട്ടി. അതുമാത്രമല്ല ഞാൻ ഈ കരവോട് വാങ്ങണമെന്ന് അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടാണ്ട് പൈസ കൊടുക്കാണ്ട് എനിക്ക് കിട്ടി. സോറി ബ്രോ. ഞാൻ അന്ന് ബ്രോനെ എനിക്കറിയാം. അരവിന്ദ് ഗെയിം എന്നല്ല ഫുൾ നെയിം എനിക്കറിയാം കേട്ടാ. ബ്രോ എനിക്ക് തന്നെ അയച്ചു തന്നു ഗൈസ്. എൻ്റെ ഫ്രണ്ടാണ്. അതാ ഞാൻ ബ്രോ എന്ന് വിളിക്കുന്നത്. അത് അന്യം ബ്രോ എന്ന് വിളിക്കുന്നുണ്ടല്ലേ. ഇതാ ഞാൻ അയച്ചുതരാം. ഞാൻ ബ്രോയുടെ വീഡിയോസ് കാണാറുണ്ട്, സബും ലൈക്കും ചെയ്യാറുണ്ട്. ബിഗ് ഫാൻ ആണ് ബ്രോ. ബ്രോയുടെ ചാനൽ എന്നെ പറയണം പ്ലീസ്. ടു അരവിന്ദ്. ഫസ്റ്റ് ടൈം തൊട്ടിതാ ഇവിടെ ഓട്ടയാക്കി വെച്ചിനെ. തൊട്ട് കാണാറുണ്ട്. ഫസ്റ്റ് ചാനൽ നെയിം ഫ്രീ ഫയർ ടെക്നിക് അല്ലേ ബ്രോ? യെസ് ബ്രോ, എൻ്റെ ഫ്രീ ഫയർ ടെക്നിക് എന്നായിരുന്നു ഫസ്റ്റ് ചാനൽ നെയിം. അത് കാണാറുണ്ട്. പക്ഷേ എടാ നീ എനിക്ക് ഇത് അയച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല. ഏട്ടനാണ് കഴിച്ചു, വലിയൊരു ഏട്ടനാണ്. ഞാൻ ആ ബോർഡ് അതിൽ വിളിക്കുമായിരുന്നു വേറെ കയറി. അപ്പം ഇനി വേണം. താങ്ക് യു. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യത്തിൽ അപ്പം ഞാനിത് ഈ സാധനം ഞാനൊരു സ്ഥലത്ത് ഭദ്രമായി വെക്കും. പത്തൂസിൽ കയറ്റി വെക്കാം. ഇവരിൽ അതേ പറ്റും. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ വെറുതെ പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ ഷോക്കേസിൽ വെക്കും. ഓക്കെ, ഇങ്ങനെ അടക്കി രണ്ടെണ്ണമില്ല. അത് ഒന്നും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കളയാൻ ഇതില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ വെക്കും. അതിന് മുമ്പ് കുറേ ലെറ്റർ എൻ്റെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി. അതിലെന്നാ ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല എഴുത്തുള്ള കുറേ ആൾക്കാർ. ഇത് എഴുത്തുണ്ട്, പക്ഷേ ചെറിയ കുട്ടികളെ എഴുത്തൊന്നും പറയും. എൻ്റെ എഴുത്തല്ലേ, എൻ്റെ എഴുത്ത് നല്ല കിടുക്കം വൃത്തിയുള്ള എഴുത്താ. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ നിലത്തിട്ട് ഇങ്ങനെ കത്തിയാണ്. പുഷ്പ 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 ഞാൻ കീറും ഗൈസ്. സോറി ബ്രോ, അരവിന്ദ് ബാബ അറിയാണ്ട് കീറിപ്പോയി. ഞാൻ ഇരുത്തർക്ക് മുറിച്ചു. സോറി ബ്രോ, ഞാൻ അതുകൊണ്ടാണ്. എനിക്ക് ലെറ്റർ വേണ്ടറ നന്നാക്കി. നീ അന്നോട് എന്നോട് ശേഷം പോറോ എൻ്റെ ന്യൂ അക്കൗണ്ട് വന്നു എനിക്കെൻ്റെ വണ്ടി വന്നാൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല. എൻ്റെ ലെറ്റർ ബിഗ് ഫാൻ. എൻ്റെ ബിഗ് ഫാൻ ആരാടാ? ന്യൂബേ എടാ അരവിന്ദ്. ഞാൻ അയക്കുമ്പോൾ മര്യാദയ്ക്ക് ഇട്ടാൽ അയച്ചോ. പക്ഷെ ഇത് നന്നായി ഉണ്ടാക്കി കേട്ടോ. പക്ഷെ ഈ ലെറ്റർ നമുക്ക് ഇഷ്ടപ്പെട്ടു. ലെറ്റർ സൂപ്പർ ഒന്നും അല്ല, പക്ഷെ ക്യാരം ബോർഡ് സൂപ്പർ.
അതുകൊണ്ട് പോ. എനിക്ക് താങ്ക് യു ഞാൻ പറഞ്ഞു. എടാ അരവിന്ദ്, നീ ഈ വീഡിയോ കാണുന്നുണ്ടേ പറഞ്ഞോ. ഒരു കാര്യം പറയും, കമന്റ് പറഞ്ഞാൽ മതി, വേറെ ഇപ്പോൾ പറയണ്ട. കമന്റിലും പറഞ്ഞോ. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയോ. എല്ലാവർക്കും ബൈ ബൈ ബൈ. കമന്റ്, ലൈക്ക്, ഷെയർ. മുരളി ലില്ലി ഞാൻ മനസ്സിലാ. ലൈക്ക്, ഷെയർ. ബൈ ബൈ ഗൈസ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരും കാണാൻ പറ്റുമല്ലോ, അത് എന്തോ മെസ്സേജ് വന്നിട്ട് മാറ്റിയതാണ്. ബ്രോ എന്നല്ല, അത് ഞാൻ ഇത് പറയുകയാണ് അറിയണ്ട്. യുവർ ചാനൽ നെയിം ഈസ് അൺസപ്പോർട്ടഡ് നെയിം. ക്വിക്ക്ലി യു എന്താ പറയുക, ഈ പേര് മാറ്റണം. അത് ഇംഗ്ലീഷിൽ മറന്നു. എന്നേനും എന്തോ പറഞ്ഞേനു. ക്വിക്ക്ലി യു ചേഞ്ച് ഇൻ ദ യുവർ ലിയോ മാട്രിക്സ് നെയിം. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. അല്ലാതെ വെറുതെ മാറ്റിയല്ല. ഞാൻ എനിക്ക് എന്താണ് ലിയോ മാട്രിക്സ് ഭയങ്കര നല്ല കിട്ടിലും പേര് അല്ലേ. ഇതിൻ്റെ ഉള്ളിലും പേരൊക്കെ മാർക്കോ എക്സ് മെസ്സി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പം ഇങ്ങനത്തെ എടുത്തുള്ളൂ. അല്ല കേട്ട് പറഞ്ഞേ ബൈ ബൈ.